ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ വലതുഭാഗത്തെ ഈ ഒരു കാര്യം വെച്ചിട്ട് ഈ ഒരു വരി ഉരുവിട്ടാൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, സമ്പത്തുണ്ടാകും, സന്തോഷം, സമൃദ്ധി, ഐശ്വര്യം, തുടർച്ചയായ പുരോഗതികൾ, വലിയ ഐശ്വര്യങ്ങൾ, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് അതീവ രഹസ്യമായ ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് ആരും പറഞ്ഞു തരത്തില്ല, അങ്ങനെയുള്ളൊരു കാര്യമാണ് പറയുന്നത്. കൃത്യമായിട്ട് ചെയ്താൽ ഫലമുണ്ടാകും, ഒരു സംശയം വേണ്ട. ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ, ഞാൻ പറഞ്ഞ് അങ്ങനെ ചെയ്തവരുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങളല്ല, വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഏതൊരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്താലും, ഇപ്പോൾ കൈരേഖ നോക്കി പറഞ്ഞാലും, ഗ്രഹനില നോക്കി പറഞ്ഞാലും, സംഖ്യാജ്യോതിഷമാണേലും, അല്ലെങ്കിൽ ഒരു പേരിൻ്റെ കാര്യമാണേലും, അവർക്ക് എന്നും ഉയർച്ച ഉണ്ടാകാനും ജീവിതത്തിൽ ഒരിക്കലും പുറകോട്ട് പോകാതിരിക്കാനും വേണ്ട കാര്യങ്ങളെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അത് ഈ വീഡിയോയിൽ പറഞ്ഞാലും കൊള്ളാം, നോക്കിയിട്ട് പറഞ്ഞാലും കൊള്ളാം. കാരണം ഞാൻ ശിവനെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ്. ശിവനിൽ ലയിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, ആ സത്യബോധത്തിലാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് മുഴുവൻ കാണുക, നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഏതൊരാൾക്കും ഇവിടെ ഒരു രൂപ മുടക്കില്ലാതെ ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. എവിടെ ഇരുന്നും ചെയ്യാവുന്ന കാര്യമാണ്. കൃത്യമായിട്ട് ചെയ്താൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കും, യാതൊരു സംശയവും വേണ്ട. അപ്പം മുഴുവൻ കാണാൻ ശ്രമിക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക, ശരിയായിട്ട് മനസ്സിലാക്കുക, ശരിയായിട്ട് ചെയ്യുക. ഇന്നു മുതൽ, ചെയ്യുന്ന അന്നു മുതൽ നിങ്ങളുടെ ജീവിതം മാറി തുടങ്ങും. ഇത് ദിവസവും ചെയ്യണം. ലളിതമായ കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. കാരണം നമ്മൾ ശിവനെ വിശ്വസിക്കുന്ന ആളാണ്. ശിവൻ എന്ന് വെച്ചാൽ മംഗളകാര്യമാണ്, മംഗളകാരി എന്നർത്ഥം. മാത്രമല്ല ലളിതമാണ് ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും. ആ ഭഗവാനിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞു തരികയാണ്. നിങ്ങൾക്കതെല്ലാവർക്കും പ്രയോജനപ്പെടും, ഒരു സംശയവും വേണ്ട. നിങ്ങൾ ജോലി സ്ഥലത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾ അല്പം വെള്ളം ഒരു കുപ്പിക്കകത്ത് കൊണ്ടുപോകണം. അത് ചെറിയ കുപ്പി ആയിക്കോട്ടെ, വലിയ കുപ്പി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഈ കുപ്പി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് മേടിക്കാൻ വേണ്ടി ഓടി നടക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഇങ്ങനൊരു കുപ്പിയാണ്, മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കുപ്പി, ഏതെങ്കിലും രീതിയിലുള്ള കുപ്പി ഉപയോഗിക്കാം. അതിൻ്റെ അത് വെള്ളം നിങ്ങളെപ്പോഴും നിറച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുപോവോ അങ്ങനെയൊക്കെ വെള്ളം വയ്ക്കുക. ഈ വെള്ളം നിങ്ങൾ എവിടെ ഇരുന്നാലും ശ്രദ്ധിച്ച് കേട്ടോണം. നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വലത് കാലം അല്പം മുന്നോട്ട് വെച്ചിരിക്കുക. ശരനൂൽ രഹസ്യമാണ് ഇതിനകത്ത് കേട്ടോ. വലത് കാലം അല്പം മുന്നോട്ട് വെച്ചിരിക്കുക. അതൊക്കെ നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് ഞാൻ പറയുന്ന അതല്ല, വേറൊരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. വലത് കാലം അല്പം മുന്നോട്ട് വെച്ചിരിക്കുക. എന്നിട്ട് വലത് കൈയുടെ സൈഡിൽ വെള്ളം വെക്കുക. വെള്ളം വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ വെള്ളം കുടിക്കുന്നതിന് തൊട്ട് മുമ്പേ ഇത്രയും മാത്രം ചെയ്താൽ മതി, കൂടുതലൊന്നും ചെയ്യേണ്ട. ഓം നമോ നാരായണായ എന്ന് വാഗൊണ്ട് ഉച്ചരിച്ച് നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ പറയുക. ഓം നമോ നാരായണായ എന്ന് ഉച്ചരിച്ച് നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ പറയുക, ജപിക്കുക. അങ്ങനെ ജപിച്ചുകൊണ്ട് വെള്ളം കുടിക്കുക. ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നതിന് തൊട്ട് മുമ്പ് ഓം നമോ നാരായണായ എന്ന് ജപിക്കുന്നു, ഇച്ചിരി വെള്ളം കുടിക്കുന്നു. ഞാൻ വേണം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഏതും കാണിച്ചു തരുമ്പോഴൊരു അതിനൊരു പ്രത്യേക ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായെങ്കിലും ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം വെള്ളം ഇരിക്കുന്നു എൻ്റെ വലത് കൈയുടെ സൈഡിൽ. ഇപ്പോൾ ഇത് ക്യാമറയിൽ ചിലപ്പോൾ എങ്ങനെ കാണുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ വലതിടത്തൊക്കെ ആയിട്ടായിരിക്കും കാണുന്നത്. പറയുന്നത് കേൾക്കുക. വലത് കൈയുടെ സൈഡിൽ ഞാൻ വെക്കുന്നു എന്ന് വിചാരിക്കുക. ഞാൻ കുടിക്കുന്നതിന് മുമ്പ് ഓം നമോ നാരായണായ വെള്ളം വെച്ചു. വീണ്ടും ഇടയ്ക്ക് ഇതുപോലെ കുടിക്കുന്നതിന് മുമ്പ് ഓം നമോ നാരായണായ. ഇങ്ങനെ ഇത് ചെയ്യുക. ഇത് നിങ്ങൾ വിചാരിക്കും ഇതൊരു ചെറിയ കാര്യമാണ്. ഒന്നിനെയും കേട്ട പാടെ വിലയിരുത്തരുത്. ഏതായാലും എൻ്റെ ഇത്രയും വീഡിയോകൾ കാണുന്നവർക്കൊക്കെ അറിയാം, ഞാനൊരു കാര്യം വെറുതെ പറയത്തില്ലെന്നറിയാം. അപ്പോൾ ഞാൻ മനസ്സിലായില്ലേ. അത് ചെയ്യുന്നവർക്കൊക്കെ ഇന്നിപ്പോൾ എത്ര പേരാണ് വാട്സപ്പിൽ അവർ വീടില്ലാത്തവർ നമ്മൾ പറയുന്ന രീതി വിളക്ക് തന്നെ കത്തിച്ച് പല കാര്യങ്ങളും ചെയ്ത് വീടുണ്ടായി, വീട് പണിയുന്നു. എന്തെല്ലാം സന്തോഷമാണത്. ജീവിതം അടിപൊളി മാറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെല്ലാം, നല്ല കാര്യങ്ങളാണ്. 1 രൂപ മുടക്കില്ല ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഓം നമോ നാരായണായ ഇത് നിങ്ങളെപ്പോഴും ആവർത്തിക്കുക. വീട്ടിൽ ഇരിക്കുവാണെങ്കിലും നിങ്ങളിപ്പം നിങ്ങളുടെ ഇരിക്കുന്നതിൻ്റെ സൈഡിൽ ഇച്ചിരി വെള്ളം വെച്ചു ഓം നമോ നാരായണ എന്ന് ജപിച്ച് വെച്ചാൽ വെള്ളം അല്പം കുടിച്ചാൽ മതി, ഒരുപാടൊന്നും കുടിക്കേണ്ട.
ഇതിനു വേണ്ടി നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കുകയൊന്നും വേണ്ട. അല്പം ഒരു കവിള് അല്ലെങ്കിൽ ഒരല്പം തൊണ്ട നനയാനും മാത്രം, അത് ആവശ്യത്തിന് കുടിച്ചാൽ മതി. കുടിക്കണമെങ്കിൽ കുടിച്ചാൽ മതി. ഇതിനു വേണ്ടി എപ്പോഴും കുടിക്കുകയൊന്നും വേണ്ട. ഏതായാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കുമല്ലോ, അതിങ്ങനെ ആയിക്കോട്ടെ. ഓം നമോ നാരായണ ജപിച്ച് വെള്ളം കുടിക്കുക. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഒരു ദിവസമോ 2 ദിവസമോ അല്ല, ദിവസവും ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങും. കാരണം ജലതത്വവും നാരായണനുമായിട്ട് ബന്ധമുണ്ട്. മാത്രമല്ല ജലവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന മന്ത്രങ്ങളൊക്കെ പെട്ടെന്ന് ഫലം കാണും. മാത്രമല്ല അന്നപാനാദികൾക്ക് മുമ്പായി ഭഗവത് നാമം ജപിച്ചാൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അന്നപാനാദികൾ. ആഹാരം കഴിക്കുക, വെള്ളം കുടിക്കുക. ഇത് ഭഗവത് സ്മരണയോടുകൂടി ചെയ്താൽ നമ്മുടെ ഉള്ളിൽ ആ ഭഗവത് ബോധം, ഈശ്വരബോധം പെട്ടെന്ന് ഉണർന്നു വരും. അങ്ങനെ ഉണർന്നു വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അതോടുകൂടി മാറുകയായി. ഒരു വയ്യാവേലി ഇങ്ങോട്ട് വരത്തില്ല, ഒരു ആപത്തുകൾ ഇങ്ങോട്ട് വരത്തില്ല, നമ്മളൊരാപത്തിലും പോയി ചാടത്തുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഐശ്വര്യം, പുരോഗതി, ധനം, സമ്പത്ത്, ഇതിനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. നിങ്ങളിങ്ങനെ ഒരു 3 മാസം ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ചെയ്യുന്ന ജോലിയിൽ പോലും വലിയ മാറ്റം ഉണ്ടാകും. ചെയ്തു നോക്കുക. ഞാനെന്നല്ല ആര് പറഞ്ഞാലും നിങ്ങൾ അതേപടി സ്വീകരിക്കരുത്. ആര് പറഞ്ഞാലും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ നിങ്ങൾ ചെയ്തു നോക്കുക, ചെയ്യേണ്ട രീതി ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങളതിനെ ഫോളോ ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. അതൊക്കെ അവർക്ക് എല്ലാവർക്കും അനുഭവമാണ്. എനിക്ക് വരുന്ന ഈ വർക്കുകളെല്ലാം അതൊക്കെ പലരും പല കാര്യങ്ങളും ചെയ്ത് അവരുടെ ജീവിതം മാറിയിട്ടാണ് അവർ ചിലപ്പം കയ്യിലേക്ക് കിടക്കുന്നതിനെ നോക്കുന്നത്. അവരോട് ആരും എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞ് ചെയ്ത അനുഭവങ്ങളുണ്ടായവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഞാൻ എത്ര സമയം എടുക്കുമെന്ന് ഞാൻ വെയിറ്റ് ചെയ്യാൻ അവർ തയ്യാറാണ്. ഒരുപാട് സമയങ്ങൾ വെയിറ്റ് ചെയ്തവരുണ്ട്, ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. കാരണം അവർക്കറിയാം. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് മാറ്റം ഉണ്ടായിട്ടാണ് അവർ എന്നോടൊന്ന് നോക്കിത്തരാമെന്ന് ചോദിക്കുന്നത്. ഞാൻ വീഡിയോ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത് സത്യമായ കാര്യങ്ങളാണ്, സത്യസന്ധമായ കാര്യങ്ങളാണ്, ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ശിവനെ മാത്രം സദാസമയം ചിന്തിക്കുന്ന ഒരു മനസ്സുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ ഓം നമോ നാരായണ ഇങ്ങനെ ജപിച്ചാൽ വേറെ ഒരു രഹസ്യവുമുണ്ട്. പിതൃപ്രീതി പെട്ടെന്നുണ്ടാകും. ഓം നമോ നാരായണയ്ക്കകത്ത് ഒരുപാട് രഹസ്യമുണ്ട്. നമുക്ക് ഓം നമോ നാരായണ അറിയാം, നമ്മൾ ജപിക്കുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എത്ര ഹോമം ചെയ്തിട്ടും, എത്ര മന്ത്രം ജപിച്ചിട്ടും, എത്ര വഴിപാടുകൾ ചെയ്തിട്ടും, എത്ര ദാനം ചെയ്തിട്ടും ഒക്കെ നമുക്ക് പിതൃപ്രീതി ഇനിയും വരണമെങ്കിൽ, പിതൃപ്രീതി കുറച്ചുകൂടി ഉണ്ടാകണമെങ്കിൽ, പൂർണ്ണമായ പിതൃപ്രീതി ഉണ്ടാകാൻ ഓം നമോ നാരായണായ ജപിച്ചാൽ മതി. അത് ഭഗവാനെ വിശ്വസിച്ച് ജപിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഓം നമോ നാരായണയ്ക്കകത്ത് കൃത്യമായി നമ്മൾ കിടക്കപ്പായി ഇരുന്നു കൊണ്ട് 2 കൈയുടെ വിരലുകൾ കോർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഓം നമോ നാരായണായ ഒരു വ്യക്തിയെ ചിന്തിച്ച് ജപിച്ചാൽ പോലും ആ വ്യക്തിയുടെ ജീവിതം മാറും. ദിവസവും രാവിലെ ചെയ്യണമെന്നുള്ളൂ. ഇനിയും നിങ്ങൾ കുളി കഴിഞ്ഞ് ഉടനെ നിങ്ങളുടെ ഇപ്പം ഭർത്താവല്ലേ ഭാര്യ ആരെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവിന് നല്ലൊരു ഉയർച്ച ഉണ്ടാകണം, നിങ്ങളോട് നല്ലൊരു സ്നേഹം ഉണ്ടാകണം. ആ ചിന്തിച്ച് ഓം നമോ നാരായണായ അത് സങ്കല്പിച്ച് ജപിച്ചാൽ അത് അനുഭവമായിട്ട് വരും. എത്രയോ എൻ്റെ വാട്സപ്പിൽ മെസ്സേജുകൾ കിടക്കുന്നു അങ്ങനെ ജീവിതം മാറിയവർ. അത് ഭാര്യയ്ക്ക് ചെയ്യാം, ഭർത്താവിന് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇനി നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങളോടൊരു സ്നേഹബന്ധം ഉണ്ടാകണമെങ്കിൽ മക്കളെ ചിന്തിച്ച് അങ്ങനെ ഉണ്ടാകുന്നതായിട്ട് സങ്കല്പിച്ച് ഓം നമോ നാരായണായ ജപിച്ചാൽ അത് അനുഭവമാകും. ഓം നമോ നാരായണായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മന്ത്രമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നത്? ആ ഓം നമോ നാരായണയ്ക്കകത്ത് ഓം ചേർത്താണ് ജപിക്കുന്നത്. നമ്മൾ പല മന്ത്രങ്ങളും അതിൻ്റെ കൂടെ മന്ത്രങ്ങളുടെ കൂടെ ഓം ചേർക്കുകയാണ്. ഇത് ഓം നമോ നാരായണായക്കകത്ത് ഓൾറെഡി ഓം ഉണ്ട്, ഓൾറെഡി അതിൻ്റെ അകത്ത് ഓം ഉണ്ട്. അതാണ് അതിൻ്റെ രഹസ്യം. ഓം ന മോ ന ര യ ണ യ ഈ ഓമും കൂടെ ചേരുമ്പോഴാണ് 8 അക്ഷരമാകുന്നത്. അപ്പോൾ ആ 8 അക്ഷരത്തിനുള്ളിൽ ഓം ഉണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശക്തിയും. ഓമെന്ന് വെച്ചാൽ പരബ്രഹ്മമാണ്, പരമേശ്വരനാണ്, ഓം എല്ലാമാണ്. ആ ഓം ഓൾറെഡി ഈ 8 അക്ഷരത്തിനകത്ത് വരുന്നുണ്ട്. അതുകൂടെ ചേർത്ത അഷ്ടാക്ഷരമാകുന്നത്. അല്ല പ്രത്യേകിച്ച് ഓം ചേർക്കുന്നതല്ല, ആ മന്ത്രത്തിനകത്ത് ഓൾറെഡി ഓം ഉണ്ട്. അങ്ങനെയാണ് അഷ്ടാക്ഷരമാകുന്നത്. അത് അഷ്ടാക്ഷരമായതുകൊണ്ട് ഇത് നമ്മളുടെ പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തി ഈ മന്ത്രത്തിനുണ്ട്. നമ്മളുടെ പ്രകൃതികളെ, മനസ്സ്, അഹങ്കാരം, ഇങ്ങനെയുള്ള മനസ്സിൻ്റെ ഓരോ പ്രകൃതങ്ങളെയും, അതായത് ചിത്തം, പിന്നെ അഹങ്കാരം, അതുപോലെ
മനസ്സിൻ്റെ ഒരു ധൈര്യം, ഇങ്ങനെയുള്ള എല്ലാ പ്രകൃതികളെയും പഞ്ചഭൂതങ്ങളെയും മനസ്സ്, ചിത്തം, ബോധം ഇതുപോലെയുള്ള കാര്യങ്ങളെയും എല്ലാം നിയന്ത്രിക്കാനുള്ള കഴിവ് ഈ ഓം നമോ നാരായണയ്ക്കകത്തുണ്ട്. ഓം നമോ നാരായണയെ നിത്യം ജപിക്കുന്നവൻ ഉറപ്പായും നല്ലൊരു ജീവിത അന്ത്യവും ഈശ്വര സാക്ഷാത്കാരവും മോക്ഷവും ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. അയാളുടെ സ്വഭാവം അയാൾ അറിയാതെ പോലും ആ ഭഗവാന്റെ ആ നന്മയ്ക്കൊത്ത ഗുണങ്ങൾ അയാളിലും ഉണ്ടായി വരും. സത്യമായിട്ട് ഞാൻ പറയുന്നു. ഓം നമോ നാരായണായ ഇതുപോലെ നിരന്തരം ജപിക്കുന്നവരെ ആഹാരത്തിന് മുമ്പ്, ഭക്ഷണത്തിന് മുമ്പ്, വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഞാൻ പറഞ്ഞു ചെയ്താൽ ആ വ്യക്തിക്ക് തൊഴിലുയർച്ച, ആ വ്യക്തിക്ക് സാമ്പത്തികം എല്ലാം ഉണ്ടായി വരും. ആ വ്യക്തിയെ നല്ലൊരു ജീവിത അന്ത്യവും ഉണ്ടായി വരും, ഈശ്വര സാക്ഷാത്കാരം ഉണ്ടായി വരും. പിന്നെ അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ആരുടെയെങ്കിലും ഒരു സഹായം കിട്ടും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്, ഇപ്പോൾ മക്കളെ പഠിപ്പിച്ചു കഴിയുമ്പം നന്നായിട്ടങ്ങ് പഠിപ്പിക്കും. മക്കൾ നന്നായിട്ടങ്ങ് പഠിക്കും. വരുന്ന കുഴപ്പം എന്നാണെന്നറിയോ? മക്കളുടെ വഴിക്ക് അങ്ങ് പോകും. അയർലൻഡിലോ UK-യിലോ ഇംഗ്ലണ്ടിലോ പിന്നെ ഇങ്ങോട്ട് വരവൊന്നുമില്ല. അച്ഛനെ അമ്മയും കൊണ്ടുപോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അവർക്ക് നോക്കാൻ സമയമൊന്നുമില്ല. അവരിവിടെ പഴയ പോലെ തന്നെ ജീവിക്കും. ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ, ഒന്ന് കൈ പിടിച്ച് നടത്താൻ ഒരു വയ്യാത്ത അവസ്ഥയെ ആരും കാണത്തില്ല. ഒരു ഹോം നേഴ്സിനെ കാര്യങ്ങളൊക്കെ വെച്ചാൽ അവരുടെയൊക്കെ നോട്ടം നമുക്ക് പറയാനൊക്കത്തില്ല. മക്കൾ നോക്കുന്ന പോലെ നോക്കത്തില്ലല്ലോ. ചിലപ്പോൾ അവരെയും കിട്ടത്തുമില്ല. അത്രയൊരു അവസ്ഥയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഉണ്ടെന്നാൽ ഒന്നും ഇല്ലാത്ത അവസ്ഥ. പക്ഷേ ഭഗവാൻ നാരായണൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാകും. നിങ്ങളൊരിക്കലും പെട്ടുപോകത്തില്ല, വീണു പോകത്തില്ല. ഭഗവാൻ നിങ്ങളെ എന്നും സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓം നമോ നാരായണായ ഈ മന്ത്രം നിങ്ങൾ നിത്യേന ഇതുപോലെ ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണ 2 തവണ ജപിച്ചുകൊണ്ടോ ഒരു ദിവസം 2 ദിവസം ജപിച്ചുകൊണ്ടോ ഒന്നും കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളിത് ദിവസവും ചെയ്യുക. ഭഗവാൻ നിങ്ങൾക്കെല്ലാം ഉണ്ടായി വരും. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. ഓരോ വീടും ഓരോ വ്യക്തിയും മാറും. ഇത് എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാം, ആർക്കും ചെയ്യാം. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഇത് കൃത്യം ചെയ്യുന്ന വ്യക്തിയും മാറും, അയാൾ ചിന്തിക്കുന്ന വ്യക്തി വരെ മാറിപ്പോവും. അവരും നല്ല മാറ്റം ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചെയ്യുന്നവനും മാറും, ജപിക്കുന്നവനും മാറും. ആരെ ഉദ്ദേശിച്ച് ജപിച്ചാൽ പോലും അവരും മാറും. അത്ര ശക്തി എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ ഒരു വീട്ടമ്മ മെസ്സേജ് ചെയ്തിരിക്കുന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നി. വീട്ടിലെപ്പോഴും കലഹവും ബഹളവും ഒക്കെയാണ്. അപ്പോൾ ഈ നാരായണ മന്ത്രം ഞാൻ പറഞ്ഞ രീതിയിൽ ജപിച്ച് ഇപ്പം വലിയ സന്തോഷത്തിൽ പോകുന്നു. കോടി നന്ദി എന്ന് പറഞ്ഞ്, അത് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ അത് എല്ലാവർക്കും പ്രയോജനം ഉണ്ടാകട്ടെ. ഞാനിതെല്ലാം പറയുന്നതല്ല, ശിവനെ തന്നെ സമർപ്പിക്കുന്നു. ശിവനും നാരായണനും എല്ലാം ഒന്ന് തന്നെയാണ്. ശിവനുള്ളിൽ നാരായണനുണ്ട്, നാരായണനുള്ളിൽ ശിവനുണ്ട്, എല്ലാം ഒന്ന് തന്നെയാണ്. ഞാൻ പിന്നെ ഭഗവാനിൽ നാരായണനിൽ സമർപ്പിക്കുന്നു, അതുപോലെ ശിവഭഗവാനിലും സമർപ്പിക്കുന്നു. ഞാൻ ഉണ്ണിക്കണ്ണനെ ഓം കൃഷ്ണായ നമ എപ്പോഴും ജപിക്കാറുണ്ട്. ശിവവിദ്യയാണ് ശ്വാസത്തിൽ ചെയ്യുന്നത്. പിന്നെ ക്രിയാകുണ്ടലി പ്രാണായാമമുണ്ട്. കൂടുതലും ശിവവിദ്യ തന്നെയാണ്. എല്ലാം ഒന്ന് തന്നെയാണ്. ശിവനെ വിളിച്ചു കഴിഞ്ഞ് നാരായണനെ വിളിച്ചാലും നാരായണൻ തന്നെ കൂടെ നിൽക്കും. ഇനിയും ഭഗവാൻ കൃഷ്ണൻ്റെ അതീവ രഹസ്യമായ ഒരു വിദ്യ ഞാൻ ഇനി ഒരു വീഡിയോ പറഞ്ഞുതരാം. അതീവ രഹസ്യമായൊരു വിദ്യ, ഭഗവാനിൽ ലയിച്ചു നിൽക്കാൻ പോലും നിങ്ങൾക്ക് പ്രാപ്തി നൽകുന്ന അതീവ രഹസ്യമായൊരു വിദ്യ. അപ്പോൾ ഇതെല്ലാം ലളിതമായ കാര്യങ്ങളാണ്. ഞാനും ഒരു ലളിതനായ വ്യക്തിയാണ്. ഞാൻ ചെറിയ കടകളിലേ കയറാറുള്ളൂ. ഒരു ചായ കുടിക്കും, ലളിതമായ വസ്ത്രങ്ങളെ ധരിക്കാറുള്ളൂ. രുദ്രാക്ഷമാണ് കൂടുതലും ധരിക്കുന്നത്. സ്വർണ്ണം അതുപോലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. അങ്ങനെ ഭസ്മമേ തൊടത്തുള്ളൂ. ഞാനല്ലാതെ ചന്ദനത്തോ അങ്ങനെ ഒന്നും എനിക്ക് താല്പര്യമില്ല, ഭസ്മം മാത്രം. ഇങ്ങനെ ഞാനും ലളിതനായൊരു വ്യക്തിയാണ്. അപ്പം കാരണം ശിവൻ എന്ന് പറഞ്ഞാൽ ആ ലാളിത്യമാണ്, ഒന്നുമില്ലായ്മയാണ്. ഒന്നും കൂടുതൽ പറയാനില്ല. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോ.